ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു പ്ലാന്റോറിയം. നമ്മൾ അപ്പോൾ ഇന്നലെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പുതിയ പ്ലാന്റ്സ് ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ നമ്മുടെ പ്ലാൻസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പറയാം. നമ്മുടെ ചാനൽ 1K ആയിട്ടുണ്ട് കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് 1K ആയി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം വെച്ചാൽ അത് മറ്റുള്ള ചാനലുകളുടെ സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ കാര്യമായിരിക്കില്ല. എന്നാലും ഞാനിത് വളരെ റീസെൻ്റ് ആയിട്ടാണ് നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനെല്ലാം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഒത്തിരി സന്തോഷം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1K കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇന്നൊരു ഗീവ് അവേയും കൂടി അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേയുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ കാണിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏത് പ്ലാന്റ് ആണെന്നൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്ന് വീഡിയോ മുഴുവൻ കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് വിഷമമുള്ള കാര്യങ്ങളായിരുന്നു സംഭവിച്ചത്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് എൻ്റെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് അവസാനം ഒന്നും മെസ്സേജ് അയച്ച ആളുകൾക്കൊന്നും എനിക്ക് പ്രോപ്പർ റിപ്ലൈയും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ കുറേ ആളുകൾ പ്ലാൻ സൈസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് പിന്നീട് അവർക്കൊന്നും കൃത്യമായിട്ടുള്ള റിപ്ലൈ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഫോൺ ഒരു വട്ടം കൂടി കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ ഒരു വട്ടം കേടായെന്ന് ഞാൻ ഇൻഫോം ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ ഫോൺ ഒരു വട്ടം കൂടി ഒന്ന് കേടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വീണ്ടും ഡീറ്റെയിൽസ് തന്ന പലരുടെയും ഡീറ്റെയിൽസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മളുടെ ഗീവ് അവേ വിന്നറായിട്ടുണ്ടായിരുന്ന സാബു എനിക്ക് ഡീറ്റെയിൽസ് ഇട്ട് തന്നതാണ്. അതെൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദയവായിട്ട് സാബു ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടി ഒന്ന് മെസ്സേജ് അയക്കുക. ബാക്കി 2 പേരുടെയും ഡീറ്റെയിൽസ് കിട്ടിയ അവർക്കുള്ള പ്ലാന്റുകൾ നമ്മൾ കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ട് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ എൻ്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് എല്ലാവർക്കും ഞാൻ പ്ലാൻസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും നമ്മളുടെ അടുത്ത് ഓർഡർ തന്നിട്ട് പ്ലാന്റ് കിട്ടാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ ദയവായിട്ടൊന്ന് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വീണ്ടും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ നിന്ന് 2 വട്ടമായിട്ട് ഡീറ്റെയിൽസ് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീണ്ടും ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേങ്കിൽ സാഹചര്യങ്ങൾ അങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിനി അധികം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നൊന്നുമില്ല. നമ്മളുടെ പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ കാണുന്നതൊക്കെയാണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ മീഡിയം സൈസിൽ വരുന്ന പ്ലാന്റുകൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്ന പ്ലാന്റ് വിദുരിയാണ്. വിദുരിയുടെ പ്ലാന്റ് നമ്മൾ നമ്മുടെ ക്ലിയറൻസ് സെയിലിൽ ഞാൻ 150 റുപ്പീസിന് സെയിൽ ചെയ്തായിരുന്നു. ആ പ്ലാന്റ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്. ഇപ്പോഴും അതിന് എൻക്വയറി വരുന്നുണ്ട്. അത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 വീക്കിനുള്ളിൽ നമുക്ക് പ്ലാൻസ് എത്തും. അപ്പോൾ 180 റുപ്പീസ് ആയിരിക്കും ആ ഒരു സൈസിൽ വരാം. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ് ആണുള്ളത്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 250 റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സൈസിലുള്ള വിദുരി പ്ലാന്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് വാട്സപ്പിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ എല്ലാ പ്ലാന്റുകളുടെയും സൈസ് ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാൻ സൈസ് ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് എല്ലാ ടൈമിലും അയച്ചു തരാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കൃത്യമായിട്ട് കണ്ടിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അടുത്ത് വരുന്ന പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ്. നമ്മളിത് വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്താണ്. ടിഷ്യൂ പ്ലാന്റ് ഒന്നുമല്ല കേട്ടോ. റൂട്ട് കണ്ടോ, നമ്മളിത് നോഡ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകളാണ്. ഈ ഒരു സൈസിൽ വരുന്ന പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 500 റുപ്പീസാണ് കേട്ടോ. 500 റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൻസ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ്. സെൻസ്റ്റാറിൻ്റെ പ്ലാന്റ് എല്ലാവർക്കും അറിയാം, നല്ല ഭംഗിയുള്ള റെഡും യെല്ലോയും ഗ്രീനും കലർന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 270 റുപ്പീസാണ് കേട്ടോ.
അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ പീച്ച് പനാമയാണ്. പീച്ച് പനാമയൊന്നും അധികം കോമൺ ആവാത്ത പ്ലാന്റുകളാണ്. അതുപോലെ തന്നെ പിങ്ക് എമറാൾഡ്, ഇതൊന്നും എല്ലാവരുടെയും കയ്യിലെത്താത്ത പ്ലാന്റുകളാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, വളരെ ബുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഇന്ന് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 500 റുപ്പീസാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് നമ്മുടെ വരുന്നത് റെഡ് പനാമേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. റെഡ് പനാമയുടെ പ്ലാന്റിന് നമ്മുടെ പ്രൈസ് വരുന്നത് 220 റുപ്പീസാണ് കേട്ടോ. അത്യാവശ്യം മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് റെഡ് പനാമയുടെ നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നന്നായിട്ട് കളറൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ. അടുത്ത വെറൈറ്റി നമ്മളുടെ അടുത്ത് സെയിലിനായിട്ട് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ട്രൈ കളറിൻ്റെ പ്ലാന്റ് നമ്മുടെ അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ സീഡ്ലിംഗ് അല്ല, സീഡ്ലിങ്ങിനേക്കാളും കുറച്ചും കൂടി വലുപ്പം വെച്ച പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 140 റുപ്പീസാണ് കേട്ടോ. 140 റുപ്പീസാണ്. അടുത്തത് വരുന്നത് കൊച്ചിൻ എസ്കേഡയുടെ പ്ലാന്റാണ്. കൊച്ചിൻ എസ്കേഡയുടെ മദർ പ്ലാന്റിൻ്റെ ഫോട്ടോ ഞാനിതിൽ റെഫറൻസിന് കൊടുക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും കാണാം. ഒരു കാവി കലർന്ന ഒരു തരം ക്രീം അല്ലെങ്കിൽ ഒരു പീച്ച് ഷെയ്ഡ് കളറെന്ന് പറയാം. നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ഒന്നും അധികം കോമൺ അല്ല. ഏകദേശം 2000 രൂപയുടെ മുകളിലാണ് ഇപ്പോഴും ഒരു മീഡിയം സൈസിൻ്റെയൊക്കെ വില. ഇത് ടിഷ്യൂ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര റേറ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 250 റുപ്പീസാണ് കേട്ടോ. 250 റുപ്പീസിനാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റാണ്. റെഡ് ക്യാബേജിൻ്റെയും മദർ പ്ലാന്റ് കണ്ടാൽ തന്നെയാണ് നിങ്ങൾക്ക് ആ പ്ലാന്റിൻ്റെ ബ്യൂട്ടി കറക്റ്റായിട്ട് മനസ്സിലാകുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഇതിൽ റെഫറൻസ് പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസ് വരെ നമ്മുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 200 റുപ്പീസാണ് കേട്ടോ. 200 റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് നമ്മളിപ്പോൾ വീട്ടിൽ പ്രൊപ്പഗേഷൻ ചെയ്തിട്ടുള്ള വേറെയും 2-3 ഒരു വെറൈറ്റിയും കൂടിയുണ്ട്. ഗ്രെഗിൻ്റെ പ്ലാന്റാണ് കേട്ടോ വരുന്നത്. ഗ്രെഗിൻ്റെ പ്ലാന്റ് നമ്മൾ ഇവിടെ തന്നെ വെച്ച് റൂട്ട് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ആ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മളുടെ ഗ്രെഗിൻ്റെ പ്ലാന്റ് വരുന്നത്. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 250 റുപ്പീസാണ് കേട്ടോ. ഇത് നോഡ് കട്ട് ചെയ്ത പ്ലാന്റുകളാണ്. ടിഷ്യൂ പ്ലാന്റിൻ്റെ അത്രയും നമുക്ക് ചീപ്പ് റേറ്റിൽ തരാൻ പറ്റില്ല. എന്നാൽ പോലും മാക്സിമം നമ്മൾ ഇപ്പോൾ നിലവിൽ ഗ്രെഗിൻ്റെ പ്ലാന്റൊക്കെ സെയിൽ ചെയ്യുന്നതിന്, ടിഷ്യൂ പ്ലാന്റുകൾ ഇപ്പോൾ നിലവിൽ സെയിൽ നടക്കുന്നതിൽ റേറ്റ് കുറച്ചിട്ടാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു അതിൻ്റെ ബോർഡറൊക്കെ നല്ല റെഡ് കളറായിട്ട് വെയിൻസൊക്കെ ഒരു ക്രീമിഷ് അല്ലെങ്കിൽ ഒരു റെഡിഷ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് ഗ്രെഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുണ്ടോ, നമ്മളിത് കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിച്ച പ്ലാന്റുകളാണ്. അതുകൊണ്ട് തന്നെ 100% സേഫാണ്. സാഫെല്ലാം തേച്ചിട്ട് അതിൻ്റെ ഒന്നും ആ ഒരു ഇത് ഇപ്പോഴും മാറിയിട്ട് തന്നെ ഇല്ല. അങ്ങനെ കേട്ടോ. ഇതപ്പോൾ 250 റുപ്പീസ്. ഇതാണ് നമ്മളുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ്. അതുപോലെ ഈ കാണുന്നതാണ് കൊച്ചിൻ എസ്കേഡ. അടുത്തത് വരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ഗ്രീൻ ലിസ എന്ന്. അപ്പോൾ ഈ ഗ്രീൻ ലിസ എന്ന് പറയുന്നത് വളരെ ടോപ്പ് റെയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിൻ്റെ പ്രൈസ് വരുന്നത് 300 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്ത്യയിലെ തന്നെ ഒരുപാട് റെയർ കളക്ട് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ്. അത് നമുക്കിപ്പോൾ ടിഷ്യൂ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 300 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. ഈ കാണുന്നത് തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ കളക്ട് ചെയ്ത മുമ്പ് 3000 രൂപയ്ക്ക് കളക്ട് ചെയ്ത ഒരാളുടെ വീഡിയോ ആണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അവർ മുമ്പ് ഇത് ഒരു വർഷം മുമ്പ് 3000 രൂപയ്ക്കാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഉണ്ടോ, ഇതാണ് ഈ പ്ലാന്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇത്രയും ഭംഗിയുള്ളൊരു അടിപൊളി പ്ലാന്റാണ് ഗ്രീൻ ലിസ. അടുത്തത് വരുന്നത് നമ്മുടെ ഫേൺസ് ആണ് കേട്ടോ. ആദ്യം വരുന്നത് ബേർഡ് നെസ്റ്റ് ഫേൺ ആണ്. ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ ഈ ഒരു സൈസിൻ്റെ പ്രൈസ് വരുന്നത് 199 ആണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളുടെ ചാനലിൽ സെയിൽ ചെയ്യുന്നത് റേറ്റും ആയിട്ട് നിങ്ങൾ ദയവേത് കമ്പയർ ചെയ്യരുത്. കാരണം അത് ക്ലിയറൻസ് സെയിലായിരുന്നു. അപ്പോൾ നമ്മളുടെ ആ പ്ലാന്റുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാം പുതിയ സ്റ്റോക്ക് ഫ്രഷ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ
പാക്ക് എന്താ പറയുക, അതിൻ്റെ പോട്ടിൽ നിന്ന് കവറ് മാറ്റിയിട്ട് പോലുമില്ല. അടുത്ത് വരുന്നത് നമ്മുടെ ഡ്രാഗൺ ഫേൺ ആണ്. ഇതും ആ പ്രൈസ് തന്നെയാണ്, 199 ആണ് ഡ്രാഗൺ ഫേണിൻ്റെയും പ്രൈസ് വരുന്നത്. മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റിനേക്കാളും കുറച്ചും കൂടി നല്ല വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ റൂട്ടെല്ലാം നന്നായിട്ട് ഡെവലപ്പായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫേണിൻ്റെ സൈസ് വരുന്നത് 199 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്, 199 രൂപ. അടുത്തൊരു പ്ലാന്റ് എന്ന് പറയുന്നത് സ്റ്റാഗ് ഹോൺ ഫേൺ ആണ് കേട്ടോ, കുതിരക്കുളമ്പ് ഫേൺ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു സൈസിലുള്ള നമ്മളുടെ സ്റ്റാഗ് ഹോൺ ഫേണിൻ്റെ പ്രൈസ് വരുന്നതും 450 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്, അതുകൊണ്ടാണ് ആ ഫ്ലാപ്പ് ഓവർ പോലുള്ള സംഭവങ്ങളൊക്കെ അടിയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ഗ്രീനി നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് നമ്മുടെ സീഡ്ലിങ്സിൻ്റെ കളക്ഷനാണ്. സീഡ്ലിങ്സ് ഇപ്പോഴും ഒത്തിരി ആളുകൾ എൻക്വയറി ചെയ്യുന്നുണ്ട്. നിലവിൽ നമ്മൾക്ക് ഇനി 8 വെറൈറ്റി സീഡ്ലിങ്സ് മാത്രമാണ് കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസാണ് കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് കോംബോ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് 8 വെറൈറ്റീസ്. ഈ 8 വെറൈറ്റീസിൻ്റെ കോംബോ പ്രൈസ് നമുക്ക് വരുന്നത് 799 തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. 799 പ്ലസ് ഷിപ്പിംഗ്. ഇൻസൈഡ് കേരളം നമുക്ക് 70 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ളതാണ്. ഞാൻ ഓരോ പ്ലാന്റിൻ്റെയും സെപ്പറേറ്റ് സൈസ് എടുത്ത് കാണിക്കുന്നുണ്ട്. എല്ലാ പ്ലാന്റുകളും അത് ഏകദേശം ഈ ഒരു സൈസിൽ തന്നെ വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെ വെച്ച് കാണിക്കുന്നത്. കാര്യം ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ സീഡ്ലിങ്സ് നമുക്ക് സ്റ്റാൻഡിൽ വെക്കാൻ എളുപ്പത്തിന് 3 ഇഞ്ച് സ്ക്വയർ പോട്ടുകളിൽ പോട്ട് ചെയ്തിട്ടാണ് കാണിക്കുക. അപ്പോൾ ആളുകൾക്ക് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോട്ട് ചെയ്ത് വെച്ച് കാണിക്കുമ്പോഴും നെറ്റ് പോട്ടിൽ പ്ലാന്റ് കൈ കിട്ടുമ്പോഴും ചെറിയൊരു സൈസ് ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും പറയും, കുറച്ച് പേര്, എല്ലാവരെയും ഞാൻ പറയില്ല, കുറച്ച് ആളുകൾ പറയാറുണ്ട് ഇത് നമ്മൾ കാണിച്ച പ്ലാന്റ് അല്ല തന്നേന്ന്. നമ്മൾ കാണിക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് തരുന്നത്. പക്ഷേങ്കിൽ പോട്ട് ചെയ്ത് വെക്കുമ്പോഴും അല്ലാതെ നെറ്റ് പോട്ടിലിരിക്കുമ്പോഴും പ്ലാന്റ് കാണുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ ഈ പ്ലാന്റുകൾ പിടിച്ച് കിട്ടുമെന്ന് സംശയമുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തീർച്ചയായും പിടിച്ച് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടുകൾ അത്രയും ഹെൽത്തിയും ഡെവലപ്പ് ആവുകയും ചെയ്തിട്ടുള്ള റൂട്ടുകളാണ് എല്ലാ പ്ലാന്റുകൾക്കും ഉള്ളത്. അപ്പോൾ അതുപോലെ ഏതെങ്കിലും തരത്തിൽ റൂട്ട് ഇത്തിരി ഡാമേജ് ആകുകയോ കേടായിട്ടോ ഉള്ള പ്ലാന്റുകളൊന്നും തന്നെ നമ്മൾ ആർക്കും സെൻഡ് ചെയ്യില്ല. നമ്മൾ പാക്കിങ്ങിന് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് പ്ലാന്റുകൾ അയച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആർക്കും റൂട്ട് ഡാമേജ് ആയിട്ടുള്ള പ്ലാന്റുകൾ അയക്കില്ല. പിന്നെ നമ്മൾ അയക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ കൊറിയറുകാരുടെ അനാസ്ഥ മൂലമോ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മൾ പിന്നെ അഡ്രസ്സ് എഴുതുന്ന സമയത്താണെങ്കിലും പിൻകോഡ് എന്തെങ്കിലും മാറിപ്പോകും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് സേഫായിട്ട് എത്തുന്നത് വരെയും നമ്മൾ അതിന് ഉത്തരവാദികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്ലാന്റുകൾ നിങ്ങൾ കൊറിയർ അയക്കുന്ന സമയത്ത് അതിൽ വരുന്ന ഡിലേ കൊണ്ട് നിങ്ങൾക്ക് വൈകി കിട്ടുകയോ പ്ലാന്റ് ആ സമയത്ത് ചീത്തയായിട്ടിരിക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ദയവായി പ്ലാന്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തരിക. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ പ്ലാന്റുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതാണ്. 100% നമ്മൾക്ക് റീപ്ലേസ്മെൻറ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിച്ച വെറൈറ്റീസൊക്കെയാണ് കൊച്ചിൻ പീച്ച്, ജയ്പോങ് റെഡ്, തായ് റെഡ് ബൗള്, അതുപോലെ തന്നെ ബട്ടർഫ്ലൈ, പിന്നെ സൂപ്പർ വൈറ്റ്, പിങ്ക് വാലന്റൈൻ, പിന്നെ വരുന്നത് കൊച്ചിൻ റെഡ്, അങ്ങനെയുള്ള വെറൈറ്റീസാണ് നമുക്ക്. അതുപോലെ വൈറ്റ് ബ്യൂട്ടി, ഇത്രയും വെറൈറ്റീസ്, അങ്ങനെ ഈ 8 വെറൈറ്റീസാണ് നമ്മൾക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സീഡ്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 വെറൈറ്റീസ് നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. കോംബോ ആയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 799 ആണ് കേട്ടോ. 799 പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത്. കണ്ടോ, ഇതാണ് എല്ലാ പ്ലാന്റുകളുടെയും സൈസ്. ഞാനിതിൽ മാക്സിമം പ്ലാന്റുകളുടെയും സൈസ് എല്ലാ പ്ലാന്റുകളുടെയും തന്നെ ഇത് കാണിച്ചിട്ടുണ്ട്. ഇതിലിരിക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അയച്ചും തരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഈ കൊച്ചിൻ റെഡിൻ്റെ പ്ലാന്റൊക്കെ അത്യാവശ്യം നല്ല സൈസായ പ്ലാന്റുകൾ തന്നെയാണ്. ഇതൊന്നും നമുക്ക് സീഡ്ലിങ്സ് എന്ന് പറയാൻ പോലും പറ്റില്ല, കാര്യം അത്രയും സൈസ് ഉണ്ട് ആ പ്ലാന്റിന്. അതുപോലെ റൂട്ടാണെങ്കിലും കണ്ടോ നന്നായിട്ട് ഡെവലപ്പായി വന്നിട്ടുള്ള റൂട്ടുകളാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ റൂട്ടിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പ്ലാന്റ്സൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക. അതുപോലെ തന്നെ സീഡ്ലിങ്സിൻ്റെ കോംബോയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സീഡ്ലിങ്സിൻ്റെ കോംബോ വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. നമുക്കപ്പോൾ ഈ ഒരു കോംബോ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതാണ് നമുക്ക് അയച്ചു തരുന്ന സൈസ് കേട്ടോ. അപ്പോൾ പ്രൈസ് മറക്കണ്ട, 799 ആണ് 8 പ്ലാന്റുകളുടെ നമുക്ക് വരുന്നത്, പ്ലസ് ഷിപ്പിങ്ങും കൂടി വരുന്നുണ്ട്. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സിൽവർ മിക്കാഡോയുടെ വെറൈറ്റീസാണ് കേട്ടോ. സാൻസവേരിയ സിൽവർ മിക്കാഡോ. ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോർമൽ മിക്കാഡോ തന്നെ, അതായത് നോർമൽ ഗ്രീൻ മിക്കാഡോ ഒരുപാട് കോമൺ ആണ്. എന്നാൽ പോലും അതിൻ്റെ ഒരു ചെറിയ പ്ലാന്റിന് ഇപ്പോഴും 100 റുപ്പീസ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലാണ് മാർക്കറ്റിൽ നിലവിൽ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിൽവർ മിക്കാഡോ എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചും കൂടി റെയറാണ്, അധികം കോമൺ ആവാത്ത പ്ലാന്റാണ്. പക്ഷേങ്കിലും ഈ ഒരു സൈസിൽ ഇത്രയും ബുഷി ആയിട്ടുള്ള ഈ സിൽവർ മിക്കാഡോയുടെ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 250 റുപ്പീസിനാണ് കേട്ടോ. 250 റുപ്പീസിന്. അത് ഓരോ പോട്ടുകളിലും നിങ്ങൾ കാണുന്നുണ്ടാകും, ഓരോ പോട്ടുകളിലും 3-4 പ്ലാന്റുകൾ വീതമുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് വരുന്നത് നമ്മുടെ ജയ്പോങ് റെഡും സൂപ്പർ വൈറ്റും ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത് ഈ പ്ലാന്റ് തന്നെയാണ്. ഒരു സൂപ്പർ വൈറ്റിൻ്റെയും ജയ്പോങ് റെഡിൻ്റെയും കോംബോയാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അത് ഗീവ് അവേ ഒരാൾക്കാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നത്. കമൻ്റ് ഇടുക, കമൻറ്റുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള നമ്മളതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന നമ്മൾ ലക്കി ഡ്രോ കൂടിയാണ് സെലക്ട് ചെയ്യുന്ന ആ ഒരാൾക്കാണ് നമ്മൾ ഈ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈസ് വരുന്ന നമ്മളുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 160 രൂപയാണ്. അതുപോലെ ഈ ഒരു സൈസിൽ വരുന്ന നമ്മുടെ ജയ്പോങ് റെഡ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് 330 രൂപയ്ക്കാണ് കേട്ടോ. ജയ്പോങ് റെഡിൻ്റെയും സൂപ്പർ വൈറ്റിൻ്റെയും കൂടി കോംബോ ആയിട്ട് കൊടുക്കുന്നത് 330 രൂപയ്ക്കാണ് ഈ 2 പ്ലാന്റുകളും നിങ്ങൾക്ക് കിട്ടുന്നത്. പ്ലസ് ഷിപ്പിംഗ് വരും കേട്ടോ. അപ്പം ജയ്പോങ് റെഡിൻ്റെയും സൂപ്പർ വൈറ്റിൻ്റെയും കോംബോ വേണ്ടവർ ആ ഒരു പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.